അബ്ദുല്ലാഹി ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവമാണ് പറയുന്നത്. നമ്മൾ അന്ന് പറഞ്ഞു, തബൂക്ക് മദീന ഷരീഫിൽ നിന്ന് 687 കിലോമീറ്റർ ദൂരെയാണ്. അഥവാ 7.5 മണിക്കൂറോളം യാത്ര ചെയ്യാൻ തന്നെ ഉണ്ട് എന്നാണ്. അത്രയും ദീർഘമാണ്. ഹിജ്റയുടെ 9-ാം വർഷമാണ് ആ യുദ്ധം ഉണ്ടാവുന്നത്. റോമക്കാരുമായിട്ട് അന്നൊക്കെ വലിയ സന്നാഹ സൗകര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. 30,000 മുസ്ലിമീങ്ങൾ പോയിരുന്നു, 40,000 റോമക്കാരും സംഘടിച്ചിരുന്നു. അങ്ങനെ വലിയ യുദ്ധം തന്നെ നടന്നിട്ടുണ്ട്. ഏതായാലും ആ യുദ്ധത്തിന് പോയ സംഭവത്തിൽ ഉണ്ടായ ഒരു വിഷയമാണ് പറയണത്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന് ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. കുറെ കാര്യങ്ങൾ ഈ ഹദീസിൽ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ തൗബയുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം വന്നിട്ടുള്ളത് എങ്കിലും ഒരുപാട് വിഷയത്തിൽ ഉണ്ട്. നമ്മൾ ചില നന്മകൾ ചെയ്യാൻ കരുതിയാൽ പിന്നെ ഉടനാണ് ചെയ്തോളണം. അത് നീട്ടി വെക്കരുത് എന്നാ. പിന്നാക്കാൻ നമ്മൾ പിന്നെ ചെയ്യാന്ന് വിചാരിക്കരുത് എന്നൊരു ഗുണപാഠം ഇതിലുണ്ട്. മലയിട് പോരി ഇരുന്നോളി, ചാരിയോ നീട്ടിയൊക്കെ, അതാണ് പറഞ്ഞത്. ഇനി അബ്ദുല്ലാഹി ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ നിന്ന് വാർദ്ധക്യ സഹജമായപ്പോ വാപ്പയെ കൈപിടിച്ചിരുന്ന ആളാണ് ആര്? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മകനാ അതന്നെ. അപ്പൊ വാപ്പാക്ക് കുറച്ച് വയസ്സൊക്കെ ആവുമ്പോഴേ കൈയൊടിച്ചാനും കാലുഞ്ഞൊടുക്കാനൊക്കെ ഒന്ന് സന്നദ്ധരാവണം എന്നാണ്. സന്നദ്ധരാവണം എന്നാ. അവർക്ക് അതിൽ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ, അതാ വകാന ഖായിദ കഅബിൻ റളിയല്ലാഹു അൻഹു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് കൊണ്ട് നടന്നിരുന്ന ആള്. ഖായിദ് പറഞ്ഞാൽ ഇങ്ങനെ വഴികാട്ടിയായിട്ട് പോവുക. എപ്പോ ബനീഹി, അവരുടെ മക്കളിൽ നിന്ന്. ഹീന അമിയ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വയസ്സായി കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടപ്പോ. അതെ, മാതാപിതാക്കൾക്കൊക്കെ അവർക്ക് വല്ല ഖിദ്മത്തും ആവശ്യമാകുന്ന സമയങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കാനേ തയ്യാറാവണം. നമുക്ക് ചെറുപ്പത്തിൽ ചെയ്തു തന്നതുപോലെ ചെറുപ്പത്തിൽ നമ്മളെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞാണ് അവര് ചെയ്തെന്ന്. അല്ലാതെ എല്ലാം നമ്മൾ പറഞ്ഞിട്ടല്ല. ഉമ്മമാർക്കറിയുന്നത് കുട്ടികളെ മൂത്രമൊഴിക്കാനായിട്ടുണ്ടാവും. ഇപ്പൊ പിന്നെ ഒക്കെ കെട്ടിക്കൊടുക്കണ പരിപാടിയാണ്. ഇപ്പൊ എപ്പോഴാണ് മൂത്രമൊഴിക്കണമെന്ന് അറിയില്ല. വളരെ മോശമായൊരു സ്വഭാവമാണത്, പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ട്? ഈ കുട്ടികൾക്ക് ഇതിന്റെ ടൈമിംഗ് ഒന്നും പഠിയില്ല. വയസ്സായാലും ഇപ്പൊ അങ്ങനെ തന്നെയാണ് ചെയ്യല്. ചെറുപ്പത്തിൽ ചെയ്ത അതേ പണി ഇപ്പൊ വയസ്സായാലും ചെയ്യുന്നുണ്ട്. ട്യൂബ് ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? അങ്ങോട്ട് കെട്ടിക്കൊടുക്കല ഈ സാധനം. എന്നിട്ട് ആ മനുഷ്യൻ ആ നജസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുക. എന്താ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്താ? ഒരു വിരിപ്പില് മൂത്രമൊഴിക്കും. മൂത്രം പോകുന്ന അറിയില്ലല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ മൂത്രമൊഴിച്ച് നമുക്ക് അറിഞ്ഞിരുന്നോ? അപ്പൊ അതെടുത്ത് കഴുകി വൃത്തിയാക്കും. ഉമ്മമാരിങ്ങനെ ശീലകൾ ഇങ്ങനെ വരിയായിട്ട് തോരിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ സാധനമില്ലല്ലോ, കാണുന്നില്ല. എന്തുകൊണ്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കഴിക്കുക, കൊണ്ടേയിടുക. ഈ കുട്ടിയെയും ചെറുപ്പത്തിൽ തന്നെ അതിൽ തന്നെ പൊതിഞ്ഞിങ്ങനെ കിടത്തി ശീലാക്കാണ്. അതിന്റെ ഗുരുതരമായ പ്രശ്നം എന്താ? ഒരു മനുഷ്യന് ജനാപത്തുണ്ടായാൽ സ്പോട്ടിൽ കുളിക്കൽ നിർബന്ധമൊന്നുമില്ല. കുളിക്കൽ നിർബന്ധമാണ്. കേൾക്കുമോ? മുഴുവൻ കേൾക്കണേ. കുളിക്കൽ നിർബന്ധമായല്ലോ, പക്ഷെ സ്പോട്ട് കുളിക്കണമെന്നോ വൈനാസാബി സബബിഹിന്ന ഫുഖഹാക്കൾ പറഞ്ഞ്. അതിന്റെ ആ ജനാപത്ത് ഉണ്ടാകാനുള്ള കാരണം ഓൻ വേണ്ടാത്തെന്തോ ചെയ്തിട്ടാണെങ്കിലും ഉടനടി കുളിക്കൽ നിർബന്ധമില്ല. ഓൻ കുളിച്ച് ശുദ്ധിയാവേണ്ട വല്ല വിഷയവും വരുമ്പോ എന്ത് ചെയ്തോളണം? കുളിച്ച് ശുദ്ധിയായിട്ട് ചെയ്യാൻ പാടുള്ളൂ. നജസ് അങ്ങനല്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നജസ് പറ്റിയാൽ ഉടനെ അത് കഴുകി ശുദ്ധീകരിക്കണം എന്നാണ്. അങ്ങനെയാണ്.
ശുദ്ധിയാക്കാൻ പറ്റുന്ന രൂപത്തിൽ ശുദ്ധിയാക്കണം. അതിന്റെ ആ അയിന് ഒഴിവാക്കിയിട്ട് അസറ് ബാക്കിയാവണക്ക. ഉദാഹരണം പറയാ, ശരീരത്തിലെവിടെങ്കിലും ആയി എന്നാ കല്ലുകൊണ്ടോ പേപ്പർ കൊണ്ടൊക്കെ തുടച്ച് ഒഴിവാക്കണം. കഴുകപ്പ വെള്ളമില്ല, കുറച്ചെണ്ണത്തെ വെള്ളം കിട്ടുന്നുണ്ട്, എന്നാലും അതുവരെ വെച്ച് കണ്ടിരിക്കാൻ പാടില്ല എന്നാ. എന്നിട്ട് എന്ത് ചെയ്യാ, ഇതിങ്ങനെ കെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കാനെ കുട്ടിയാമ്പുത്രത്തിൽ ഇങ്ങനെ ഇരിക്കണേ. വയസ്സായ ഈ മനുഷ്യന് എപ്പാ സാധുവിന്റെ റൂഹ് പിരിയുന്ന അറിയാത്തൊരവസ്ഥയാണ് കാരണം. അള്ളാഹുത്തല കാത്ത് രക്ഷിക്കട്ടെ. മൂത്രത്തിനൊക്കെ പൈപ്പിട്ട് ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവും. എപ്പോഴും അതാണല്ലോ. മരണസമയം വരുമ്പോഴൊക്കെ അതൊരു പ്രയാസമാണല്ലോ. ശുദ്ധമായ രൂപത്തിൽ മരിക്കാൻ കഴിയില്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഗത്യന്തരില്ലാതെ വന്നു, അങ്ങനെ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഗത്യന്തരില്ലാതെ വന്നു എന്നാ അപ്പം അത് ഇടണ്ട ചെയ്യണ്ട എന്നല്ല പറയണത്. ഇതൊരു തൊഴിലാക്കി മാറ്റാം. കുട്ടികളാണെങ്കിൽ ഒന്നാണ് കഴിച്ചു മാറ്റി അപ്പം തന്നെ അടുത്ത് ഇട്ട് കൊടുക്കും. അതാണ്ട് അയച്ചു മാറ്റണ സമയം വന്നാൽ പിന്നെ അടുത്തത് അപ്പം തന്നെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ വലിയവർ ചെയ്യാം. എന്നാൽ നോക്കാൻ കുറേ സുഖമാണേക്കാർ അതാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമയം വരെയും അതുണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ അവിടെ വിരിപ്പൊന്നും നന്നാക്കേണ്ട ബുദ്ധിമുട്ട് വരില്ല. ഇതല്ലല്ലോ നമ്മളെ മാതാപിതാക്കൾ നമുക്ക് ചെയ്തെന്ന്, ഇതല്ലാന്ന്. അതെപ്പോഴാണോ അപ്പുറത്തോണ്ട് കഴുകും അല്ലേ, അറിയില്ലേ? ഈ എൻ്റെ വയസ്സിൻ്റെ മീതുള്ളവർക്കൊക്കെ അറിയും അല്ലേ? ഈ കരിമണ്ണൊക്കെ ആയോടുത്ത് കിടന്ന് മൂത്രമൊഴിച്ച് മൂത്രമൊക്കെ പോയിട്ടുണ്ട്, അതിൽ കിടന്ന് വരെ ഈ കഴുകി ഊത്തി വീണ്ടും കഴുകും. വീണ്ടും കൊടുത്തിട്ടുണ്ടാവും ശീലയെ പറ്റോ പായൊക്കെ വിരിച്ചിട്ടായി കിടത്തും. ഇത് വീണ്ടും എന്താവും തിരിഞ്ഞും മറിഞ്ഞും ഉരുണ്ടും പോയിട്ട് വീണ്ടും ഉണ്ട്. ഒരിക്കൽ പോലും മാതാപിതാക്കള്, മാതാവ് പ്രത്യേകിച്ച് ഒരു വിഷമകരമായ വർത്തമാനം പറയാറില്ല, പറയൂല. എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചാലും ആ കുഞ്ഞിനെ സ്നേഹത്തോടെ എടുത്ത് ഉമ്മ വെച്ച് കൊണ്ടുപോയി കഴുകി കൊടുന്ന് തുടച്ച് വീണ്ടും അടക്കെടുത്തു. ഇവിടെയാണ് വാർദ്ധക്യ സഹജമായിട്ട് വരുമ്പോ നമ്മൾ അവരെ കൃത്യമായിട്ട് സൂക്ഷിച്ചോളണം. വിശുദ്ധ ഖുർആൻ ആ ഭാഗം വളരെ കൃത്യമായി ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. കിബർ എന്ന വാർദ്ധക്യ സഹജമായി, അഥവാ നമുക്ക് എന്തൊക്കെ ചെറുപ്പത്തിൽ ചെയ്തു തരേണ്ടി വന്നോ അതൊക്കെ വലുപ്പത്തിൽ ചെയ്യാണല്ലോ. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവർ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ നീയും പടച്ചോനെ കരുണ കാണിക്കണേന്ന്. അപ്പൊ നമ്മക്ക് കരുണ കാണിക്കുകയുമില്ല. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. നമുക്ക് മാതാപിതാക്കളോട് കരുണ കാണിക്കാനൊന്നും ഇല്ല. പടച്ചോനെ ഈ കരുണ കൊടുത്താളാ, ഇന്നെ ചെറുപ്പത്തിൽ ഒരു നല്ല നോക്കിയിട്ടുണ്ട്, എന്നെ പലവട്ടം കഴുകിയിട്ടും പലവട്ടം നന്നാക്കിയിട്ടും പലവട്ടം വാരി തന്നിട്ടും ഒരിക്കൽ തിന്നില്ലേ പിന്നെ ഒരിക്കൽ തരും. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ വേറെ തരും. കുറേശ്ശെ പലപ്പോഴുമായി തരും അല്ലേ, അങ്ങനെ തരും. അപ്പൊ ഇന്നോട് വലിയ കരുണ കാണിച്ച് നീയും പടച്ചോനെ അവരോട് കരുണ കാണിക്കണേ. ആരായി ചോദിക്കണത്? തന്റെ മാതാപിതാക്കൾക്ക് ഒരു കരുണയും കാണിക്കാത്തവൻ പിന്നെ പടച്ചോനെ സ്വീകരിക്കലല്ലേ പണി. നമ്മളാദ്യം നമുക്ക് അവർ ചെയ്തതെന്ന് ഓക്കെ സ്വീകരിച്ചു. ഇനി നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നിട്ട് പടച്ചോനോട് പറയണം, പടച്ചോനെ എൻ്റെ ഉമ്മാനും ബാപ്പാനും ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്, കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ. എന്താ അതിന് വലിയ വിഷയമുള്ളത്? ഞാൻ പലപ്പോഴും പറയാറുള്ളതാ, അതിനൊന്നും നമ്മളെ ഭൗതികമായ ഒരു ഇമേജും തടസ്സമാകാൻ പാടില്ല. എൻ്റെ സുഹൃത്ത് ഫൈസലുണ്ട്, നമ്മളെ ഇപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറാണ്. അവൻ്റെ ഉപ്പ ഉണ്ടായിരുന്ന അന്ന് ഞാൻ അവരുടെ വീട് കൂടിയിരിക്കൽ ഞാൻ പോയി. അപ്പോൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഉപ്പായെ കുളിപ്പിച്ച് അവിടെ കസാല ഇരുത്തി കൊടുത്തിട്ടാണ് പോയത്. അതിൻ്റെ മുമ്പ് ഞാൻ പുറത്തിറങ്ങലില്ല. കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ശരിക്കും എന്താവും എന്നെ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് പോകാനെല്ലാം എന്താവും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് അവിടെ കസാരി കൊണ്ടേയിരുത്തും. എന്നിട്ട് വീട്ടുകാരോട് പറയും, ഭാര്യയും ഉമ്മയും എല്ലാവരും ഉണ്ട്, അവരോട് പറയും എന്ത് ചെയ്യണം, പകഞ്ഞ് വെള്ളം കൊടുക്കണം കേട്ടോ കൃത്യമായിട്ട്. പന കസാലേക്ക് മാന്യമായിട്ട് കൊണ്ടേയിരുത്തിയിട്ട് പോകും. തടസ്സമാവരുത് എന്നാ പറയണത്. ഇനിയിപ്പോൾ അതിന് നമ്മൾ അള്ളാഹു തൗഫീഖ് ഇത് വരക്കല്ല. നമ്മൾ എപ്പോഴും നമ്മൾ വരക്കേണ്ട എന്താ, പഠിച്ചോനെ എനിക്ക് എൻ്റെ കുട്ടികളാണെങ്കിലും വേണ്ടില്ല അവരൊന്ന് ബുദ്ധിമുട്ടാക്കണ രൂപത്തിലുള്ള ഒരു അസുഖം എനിക്ക് വരുന്നത്. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മട്ടത്ത് ചെയ്യാം.
നമ്മളെ മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെ വേണ്ടത്. പഠിച്ചോനെ ദീർഘായുസ് വേണം, ആഫിയത്തോടു കൂടെ. അപ്പൊ അവരെ കാര്യങ്ങളൊക്കെ അവരെന്നെ നിർവഹിക്കുക, ഒതുടുക്കാൻ പോവുക, കുളിക്കാന് ഒക്കെ. എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് വേണമെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ തയ്യാറാവുക. അവരുടെ ആഫിയത്തിന് നമ്മൾ ദ്വാരിക്കണം. ഇൻകേസ് അതിന്റെ ഒരു സമയം നമുക്ക് വരികയാണെങ്കിൽ അത് നമ്മൾ എന്താവാൻ പാടില്ല, ഉപയോഗപ്പെടുത്താതെ പോകാൻ പാടില്ല എന്നാ പറയുന്നത്. ഉമ്മയും ബാപ്പയും ജീവിച്ചിരുന്നിട്ട് അല്ലെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ദ്വാരുന്നത് അങ്ങനെയാണല്ലോ അല്ലെ. മെമ്പറയിൽ കയറിയപ്പോ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞ 1/3 ദുആ. ഉമ്മയും ബാപ്പയും ജീവിച്ചിരുന്നിട്ട് ഒരാൾ സ്വർഗം കരസ്ഥമാക്കിയില്ല എങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവനെ അള്ളാഹു ദൂരത്താക്കി കളയട്ടെ, ആട്ടി ഓടിക്കട്ടെ എന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആയിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുൽ ആമീൻ, തങ്ങൾ ആമീൻ പറയൂ പറഞ്ഞു. അപ്പൊ ആമീൻ പറഞ്ഞു. അപ്പൊ നമ്മളെപ്പോഴും ദ്വാരിക്കേണ്ട പഠിച്ചോൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ പൂർണ്ണമായ ആഫിയത്ത് വേണം. എല്ലാം അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ, ഇഷ്ടാനുസരണം അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ മാത്രം ആഫിയത്ത് നീ കൊടുക്കണേന്ന് എപ്പോഴും നമ്മൾ ദ്വാരിക്കണം. അള്ളാഹു കൊടുക്കട്ടെ. ഇനി എന്തെങ്കിലും ഒന്ന് ആവശ്യം വന്നു എന്ന് വെക്കുക, നമ്മളത് ചെയ്തു കൊടുക്കണം. ഇനിയിപ്പോ നമ്മളെ വീട്ടിൽ പെണ്ണുങ്ങളുണ്ടാവും, നമ്മളൊക്കെ തന്നെ പെരുമാറുന്നത് കണ്ടിട്ടല്ലേ ഇപ്പൊ ആ വന്നോറ്റങ്ങളും പെരുമാറാന്ന്. നമ്മളൊക്കെ നിങ്ങളോടല്ലേ നേരത്തെ പറഞ്ഞ് ഞാൻ അവിടെ അടങ്ങിയിരിക്കാന്, എന്താ കേൾക്കാത്ത അറിയും. നമ്മൾ 2 ഒച്ചിട്ടുണ്ടാവും, പിന്നെ അത്ര ഒച്ചല്ല, അതിന് താഴെ ഭാര്യ ഇടാൻ ശ്രമിക്കും. ഒറ്റങ്ങളെ കഥ കഴിഞ്ഞോ? പാടില്ല. നമ്മളും ചെയ്യാൻ പാടില്ല, അവരും ചെയ്യാൻ പാടില്ല. നമ്മൾ ബഹുമാനിക്കണ കണ്ടിട്ട് അവർക്ക് ബഹുമാനം തോന്നും. ഞാൻ ഇന്നലെ ഒരിടത്ത് പോയി, അദ്ദേഹം വലിയൊരു മുദർരീസാണ്, മാതൃകാ മുദർരീസിന് അവാർഡ് കിട്ടിയ ആളാണ്, ഇബ്രാഹിം വലി ബാക്കവി. അദ്ദേഹത്തിൻ്റോട് എന്നോട് പറഞ്ഞു, ഞാൻ എന്തോ പറഞ്ഞ മൂപ്പര് പറഞ്ഞു മുണ്ടരുത് പറഞ്ഞു. അതായത് ഞാൻ മൂപ്പരപ്പേണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, ഒരാളിങ്ങനെ ഇറങ്ങി വരുന്നേ ഞാൻ കാണുന്നുണ്ട്. അപ്പം എന്നോട് അപ്പം ഞാൻ ചോദിച്ചു, ഉപ്പേണോ? അതെ ഉപ്പേണോ. ഉപ്പാൻ്റെ മുമ്പെന്ന് സംസാരിക്കുന്നു പോലുമില്ല. എന്നാല് ഇറങ്ങി വരുന്ന ആ സമയമായിട്ടല്ല, ശേഷം വണ്ടി കയറ്റാനും കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പോയി. ആ ഒരു ഭക്ഷണം കഴിക്കുന്നിടത്തും ഞാൻ പോയി. അപ്പം അടുത്ത് പോയി നിന്നിട്ട് വേണ്ട ഖിദ്മത്ത് ചെയ്ത് കൊടുക്കുകയാണ്. ശബ്ദിക്കുന്നു പോലുമില്ല. പിതാവിനോട്, പിതാവോമല്ലേ പറയണേ, പിതാവിനേക്കാൾ ഒച്ച കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഞാൻ അങ്ങനെ മനസ്സിലാക്കി, ഇൽമുണ്ടായ മാത്രമല്ല ഇൽമുണ്ടായിരിക്കണം, കാര്യമായ ഇൽമായിരിക്കണേ. അപ്പോൾ അതൊക്കെ വലിയ ഖിദ്മത്താണ്. ഏതായാലും വിഷയത്തിന് അവിടുന്ന് പോകുന്നത്.